എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കാശ്മീരിൽ ഒന്ന് യാത്ര ചെയ്യണമെന്ന്. ഇന്ദ്രപ്രസ്ഥം വഴി ശ്രീനഗർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക്. അനന്ത്നാഗിനു മുകളിൽ പൈലറ്റ് വിമാനം ഒന്ന് ചെറുതായി ചിരിച്ചു. അപ്പോൾ എനിക്ക് ചെറിയ ഭയം തോന്നി. നേരെ ഹൈദർപുര ബൈപ്പാസിലുള്ള എറൈസന ഹോട്ടലിലേക്ക്. ലഗേജ് എല്ലാം അവിടെ തള്ളി പുറത്തിറങ്ങി നടന്നു. ഗേറ്റിന് മുകളിലൂടെ തലനീട്ടുന്ന വള്ളിച്ചെടികളിൽ പൂക്കൾ ചിരിച്ചുല്ലസിക്കുന്നു. കശ്മീരിന്റെ ഗ്രാമഭംഗി മുഴുവനായി കാണാൻ കഴിയുക പഹൽഗാമിലാണ്. അനന്ത്നാഗ് ജില്ലയിൽ ലിറ്റർ നദിക്കരയിലാണ് ആട്ടിടയന്മാരുടെ ഗ്രാമമായ പഹൽഗാം. ശ്രീനഗറിൽ നിന്ന് 92 കിലോമീറ്റർ ദൂരത്ത് കിടക്കുന്ന പഹൽഗാമിലേക്കുള്ള റോഡിന് ഇരുവശത്തും കൃഷിസ്ഥലങ്ങളാണ്. പച്ചയും കടുംമഞ്ഞയും നിറത്തിൽ കണ്ണെത്താ ദൂരത്തോളം കടുകുപാടങ്ങൾ, പൂത്തു തുടങ്ങുന്ന കുങ്കുമപ്പാടങ്ങൾ, പുല്ലിലും കാട്ടുചെടികളിലും വിടർന്നുല്ലസിക്കുന്ന അനേകം പൂവുകൾ, പിങ്ക് നിറമുള്ള കാട്ടു ട്യൂലിപ്പുകളുടെ വശ്യ സൗന്ദര്യം, തണുപ്പു കുപ്പായങ്ങളും കരകൗശല വസ്തുക്കളുമായി എല്ലാ ദിവസവും അതിരാവിലെ തന്നെ ഹോട്ടലിന്റെ മുൻവശത്ത് കൂടുന്ന കച്ചവടക്കാർ. അവരിൽ യുവാക്കളും വൃദ്ധരുമുണ്ട്. ശ്രീനഗറും പരിസര പ്രദേശങ്ങളുമാണ് ഇനി കാണാനുള്ളത്. ഹസ്രത്ത് ബാൽ മസ്ജിദിലും നിഷാദ് ഗാർഡനിലും ഷോപ്പിംഗ് താൽപര്യമുള്ളവർക്ക് ലാൽ ചൌക്കിലും ഒക്കെ കറങ്ങാം. ശ്രീ ശങ്കരാചാര്യരുടെ ക്ഷേത്രമാണ് മറ്റൊരു ആകർഷണം. സബർവാൻ മലകൾക്കു മുകളിലാണ് ഈ ക്ഷേത്രം. ശങ്കരാചാര്യർ ക്ഷേത്രം സന്ദർശിക്കുകയും ധ്യാനമനുഷ്ഠിക്കുകയും ചെയ്തോടെയാണ് ആദി ശങ്കരാചാര്യരുടെ ക്ഷേത്രമെന്ന പേരിൽ ഇത് അറിയപ്പെടാൻ തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്നാൽ ശ്രീനഗർ മുഴുവൻ കാണാം. ദാൽ തടാകം വിസ്തൃതമായി കിടക്കുന്നത് അവർണ്ണനീയമായ കാഴ്ച തന്നെ. ഗൗരി കുണ്ട് എന്ന പേരിൽ ചെറിയൊരു കുളമുണ്ട്. പാർവതി ദേവി കുളിക്കാൻ വന്നിരുന്നതാവാം. വെള്ളമൊന്നുമില്ല ഇപ്പോൾ. ആരോ കാണിക്കയർപ്പിച്ച നാണയങ്ങൾ നിലത്ത് കിടക്കുന്നു. പാറവിളുമ്പുകളിൽ ഓറഞ്ച് നിറമുള്ള കാട്ടുപോപ്പിച്ചെടികൾ പൂവിടർത്തി നിൽക്കുന്നു. വലിയൊരു ചീനാർമരം ക്ഷേത്രത്തിനു മീതെ പടർന്നു വളരുന്നുണ്ട്. ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച ചഷ്മ ഷാഹി എന്ന രാജകീയ ഉറവയും ചുറ്റുമുള്ള പൂന്തോപ്പും ഇവിടെ നിന്ന് അധികം ദൂരെയല്ല. ഉറവയിലെ ജലം പല അസുഖങ്ങൾക്കും ഔഷധമാണെന്ന വിശ്വാസം ഉള്ളതിനാൽ ആളുകൾ വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്തു തന്നെയായാലും നല്ല രുചിയുള്ള തെളിഞ്ഞ വെള്ളമാണ് ചഷ്മ ഷാഹിയിലേത്. കാറ്റ് തൊടുമ്പോഴേക്കും ആയിരമായിരം വെളുത്ത പൂക്കൾ വീഴ്ത്തുന്ന പേരരിയാമരങ്ങൾ ചഷ്മ ഷാഹിയെ അലങ്കരിച്ചു. ഉദ്യാനങ്ങളുടെ നഗരമാണ് ശ്രീനഗർ. വിസ്തൃതിയേറിയ നിരവധി പൂന്തോപ്പുകൾ, ഷാലിമാർ ഗാർഡൻ, നിഷാദ് ബാഗ്, ട്യൂലിപ്പ് ഗാർഡൻ എല്ലാം വർണ്ണങ്ങളുടെ ഉത്സവം. ട്യൂലിപ്പ് ഗാർഡന് ഏപ്രിൽ മാസം മാത്രമേ തുറന്നുവെക്കൂ. ദാൽ തടാകത്തിൽ വച്ച് ഗുൽസാർ പറഞ്ഞിരുന്നു ട്യൂലിപ്പ് ഗാർഡൻ കാണാൻ രാവിലെ പോകണം എന്ന്. രാവിലെ തന്നെ എത്തി. വർണ്ണങ്ങളുടെ പരവതാനി വിരിച്ചതുപോലെ. കണ്ടിട്ട് തീരാത്തത്ര വർണ്ണങ്ങളിൽ പല വലുപ്പത്തിൽ ട്യൂലിപ്പുകൾ പൂത്തുലഞ്ഞു കിടക്കുന്നു. ഉദ്യാനത്തിൽ കുറെ സമയം ചുറ്റിക്കറങ്ങി. കണ്ടും മനസ്സും നിറഞ്ഞു പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു വൃദ്ധന് അടുത്തേക്ക് വന്ന് ഇത്ര വേഗം ഇറങ്ങിയതെന്തേ എന്ന് ചോദിക്കുകയുണ്ടായി. ഓരോ കശ്മീരിയും അവരുടെ നാടിന്റെ സൗന്ദര്യത്തെ, കാഴ്ചകളെ അത്രയും സ്നേഹത്തോടെ, അഭിമാനത്തോടെയാണ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. ട്യൂലിപ്പ് ഗാർഡനിലേക്ക് കയറും മുമ്പുള്ള ദേഹപരിശോധനയ്ക്കിടെ എവിടെ നിന്ന് വരുന്നുവെന്ന് ചോദിച്ച പോലീസ് സുന്ദരി കേരളം എന്ന് പറഞ്ഞപ്പോൾ തോളിൽ തട്ടി. കശ്മീർ ഇഷ്ടമായോ എന്നും ട്യൂലിപ്പുകളെ ആസ്വദിച്ചു വരൂ എന്നും പറഞ്ഞ് മനോഹരമായി പുഞ്ചിരിച്ചു. ട്യൂലിപ്പ് സീസണിൽ ഇവിടെ പരമ്പരാഗതമായ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കുന്നു. കശ്മീരിന്റെ സൗന്ദര്യം രേഖപ്പെടുത്തിയ ടീഷർട്ടുകൾ വിൽക്കുന്നതും കണ്ടു. ശ്രീനഗറിലെ അവസാനത്തെ സായാഹ്നം ദാൽ ലേക്കിന്റെ തിരക്കിൽ തന്നെയാവട്ടെ എന്ന് തീരുമാനിച്ചു. പതിവില്ലാത്ത വിധം മഴക്കാർ മൂടിക്കെട്ടിയിരുന്നു. തണുത്ത കാറ്റ് വരാൻ പോകുന്ന ശൈത്യത്തെ ഓർമ്മിപ്പിച്ചു. തടാകത്തിന്റെ പ്രഭ നഷ്ടപ്പെട്ടതുപോലെ വിഷാദമഗ്നമായ അന്തരീക്ഷം. എങ്കിലും ലേക്കിന് സമാന്തരമായ പാത സജീവമായിരുന്നു. ലാൽ ചൌക്കിലേക്ക് ഷോപ്പിങ്ങിന് കൊണ്ടുപോകാനായി മത്സരിക്കുന്ന ഓട്ടോക്കാർ, കരകൗശല വസ്തുക്കളും തുകൽ ഉൽപ്പന്നങ്ങളും ഷാളുകളുമായി പിന്തുടരുന്ന വിൽപ്പനക്കാർ, സായാഹ്ന നടത്തക്കാർ.
ഷിക്കാരക്കാരിൽ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് കരുതി പഴ്സ് തുറന്നപ്പോൾ ചില്ലറയൊന്നും തന്നെയില്ല. കശ്മീരിൽ നേരിട്ട ഒരു പ്രയാസം ആരുടെ കയ്യിലും ചില്ലറ തരാനില്ല എന്നതായിരുന്നു. 500 രൂപ നോട്ട് കണ്ടിട്ട് എത്ര ദിവസങ്ങളായി എന്നറിയാമോ? പിന്നെവിടുന്നാണ് ചില്ലറ തരിക? എല്ലാവരും അത് തന്നെ പറഞ്ഞു. ചിലരൊക്കെ കച്ചവടം മുടങ്ങരുതെന്ന് കരുതി പല കടകളിൽ കയറിയിറങ്ങി ചില്ലറ മാറിത്തന്നു. കുറഞ്ഞ തോതിലുള്ള കച്ചവടമേ ലഭിക്കുന്നുള്ളൂ. എന്നിരുന്നാലും മറ്റു വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലെ പോലെ കൂട്ടമായി വന്നാക്രമിക്കുന്നില്ല. അങ്ങേയറ്റം മാന്യതയോടെ, സൗമ്യതയോടെ, സ്നേഹത്തോടെ മാത്രം ഇടപെടുന്നവർ. നൂറുകണക്കിന് ശിക്കാറുകൾ, പൂക്കളും പഴങ്ങളും കുങ്കുമവും വിൽക്കുന്നവർ. തടാകത്തിൽ പ്രതിഫലിക്കുന്ന ആകാശത്തിന്റെ ഇരുളിമ. ആവി പറക്കുന്ന ചായ മുന്നിലെത്തി. കഴിക്കാൻ എന്തെങ്കിലും വേണോ? വിശപ്പില്ലാഞ്ഞിട്ടും എന്തെങ്കിലും ആവാം എന്ന് പറഞ്ഞത് ചില്ലറ പ്രശ്നം പരിഹരിക്കാമല്ലോ എന്ന് കരുതിയാണ്. കശ്മീരി റൊട്ടിയും കേക്കും പാത്രത്തിലെടുത്തു വച്ച് അവരിരുവരും സംഭാഷണത്തിലേക്ക് മടങ്ങി. വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. പാത്രങ്ങൾ എടുക്കാനായി അയാൾ അടുത്തുവന്നു. ചാരനിറമുള്ള നീളൻ തണുപ്പുകുപ്പായമാണ് ധരിച്ചിരിക്കുന്നത്. പണം കൊടുത്തപ്പോൾ മനോഹരമായ ഒരു പുഞ്ചിരിയോടെ അയാൾ തലയാട്ടി. ഈ ചായയ്ക്ക് പണം വേണ്ട, നിങ്ങളിന്ന് എന്റെ അതിഥിയാണ്. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അത്. ടൂറിസ്റ്റുകളെ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ്. ഇന്നാണെങ്കിൽ തിരക്ക് കുറവും. എന്നിട്ടാണ് ഒന്നുകൂടി നിർബന്ധിച്ചു. ഒന്നുമില്ല, മനസ്സ് നിറഞ്ഞു തൂവിയതാണ് സഹോദര. ഒരു മഹാരാജ്യത്തിന്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും കിടക്കുന്ന മനുഷ്യർ. മുഖം വാടിയതുകണ്ട്, കണ്ണു നിറഞ്ഞതു കണ്ട് ഉദ്വേഗത്തോടെ എന്റെയരികിലിരിക്കാൻ അവരെ തോന്നിപ്പിച്ചത് ഏത് ജന്മാന്തരങ്ങളിലെ സാഹോദര്യമാവാം. അവർക്കത് മനസ്സിലായി കാണും. വലിയൊരു മേഘപാളി തടാകത്തിനു മുകളിൽ കുടഞ്ഞുവർത്തിക്കിടന്നു. കാറ്റിൽ ചെറുമഴത്തുള്ളികൾ പറന്നു വീഴാൻ തുടങ്ങി. മഞ്ഞുകാലമായ നവംബർ ഡിസംബർ ജനുവരിയാണ് ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന കശ്മീർ താഴ്വര കാണാനുള്ള സമയം. 3500 കിലോമീറ്ററാണ് കേരളത്തിൽ നിന്ന് ജമ്മുവിലേക്കുള്ള ദൂരം. അവിടെ നിന്ന് 250 കിലോമീറ്റർ ചെന്നാൽ കാശ്മീരായി. മൊത്തം 4000ഓളം കിലോമീറ്റർ. മാർച്ച് മുതൽ ജൂലൈ വരെ പച്ചപ്പണിഞ്ഞതും ബാക്കി സമയം മഞ്ഞണിഞ്ഞതുമാണ് കാശ്മീരിലെ കാലാവസ്ഥാന്തരീക്ഷം. പഹൽഗാം, സോൻമാർഗ്, ഗുൽമാർഗ്, ഹസ്രത് ബാൽ, വൈഷ്ണവി ദേവി ക്ഷേത്രം, ജമ്മു-ഉധംപൂർ, ദാൽ തടാകം, ഷാലിമാർ, മുഗൾ ഗാർഡനുകൾ തുടങ്ങിയവയാണ് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. കശ്മീർ എന്ന് കേൾക്കുമ്പോൾ കോരിത്തിരിക്കാത്തവരായി ആരുണ്ട്? അവിടെ എത്തണമെന്ന് മോഹിക്കാത്തവരായും. യൂട്യൂബുകളിലും സിനിമകളിലും ചിത്രങ്ങളിലും വാർത്തകളിലുമായി നാം കണ്ടും കേട്ടും പരിചിതമായ സ്വർഗത്തിലേക്ക് ഒരു വിർച്വൽ യാത്ര പോയാലോ? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറിന് അതിർത്തിയിലെ യൂറോപ്പിനോട് കിടപിടിക്കുന്ന മഞ്ഞണിഞ്ഞ ഹിമാലയൻ ഭൂപ്രദേശം. ഭൂമിയിലെ സ്വർഗമെന്നാണ് കശ്മീരിന്റെ ചെല്ലപ്പേര്. കശ്മീരിലെത്തുന്നവരെ സ്വീകരിക്കുന്നത് മഞ്ഞുപോലെ തണുത്തുറഞ്ഞു കിടക്കുന്ന മനുഷ്യജീവിതമാണ്. എല്ലാറ്റിനും ബരാബർ ഹേ, കുഴപ്പമില്ല എന്ന് കാശ്മീരികൾ പൊതുവെ പറയുമെങ്കിലും അവരോട് അടുത്തിടപഴകുമ്പോൾ പുറത്തെ കട്ടപിടിച്ച മഞ്ഞു ഉരുകി സ്നേഹത്തിന്റെ തെളിഞ്ഞ നീരുറവ ദൃശ്യമാകും. ജീവിതത്തിലെ നൈരന്തര്യമാർന്ന പ്രയാസങ്ങളുടെ വലക്കെട്ട് അഴിച്ചെടുക്കുന്നവർ. പിന്നെ വീട്ടിലോട്ട് ക്ഷണിച്ച് ചായ തന്നിരിക്കും. അത്തരമൊരു അനുഭവമാണ് മഞ്ഞുറിയുന്ന 2021 ഡിസംബറിലെ യാത്രയിൽ എനിക്ക് അനുഭവവേദ്യമായത്. ജീവിത പ്രയാസങ്ങൾക്കിടയിലും മനുഷ്യബന്ധങ്ങൾ എത്രകണ്ട് ഇവിടെ സുദൃഢമാണെന്ന് വിളിച്ചോതുന്നതായി ഈ യാത്ര. സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന മനുഷ്യരാണ് ശരാശരി കാശ്മീരികൾ. മഞ്ഞും ഊഷരതയും നിറഞ്ഞ മലനിരകളുടെ താഴ്വാരത്ത് പച്ചമനുഷ്യർ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും.
ടൂറിസത്തിൽ നിന്നാണ് ഇവരുടെ വരുമാനം പ്രധാനമായും നെല്ല്, ഗോതമ്പ് കൃഷിയും ആപ്പിളും പച്ചക്കറിയും കുങ്കുമവും വിളവെടുക്കുന്നുണ്ടെങ്കിലും മഞ്ഞുവീഴുന്നതും ചൂടേറിയതുമായ രണ്ടുതരം കാലാവസ്ഥയിൽ അവയിൽ നിന്ന് കാര്യമായ മെച്ചം കർഷകന് ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ജമ്മുവിലുൾപ്പെടെ കാശ്മീരിലടക്കമുള്ള 1 കോടിയിലധികം ജനസംഖ്യയിൽ 3/4 മനുഷ്യരുടെയും ജീവിതം ദുസ്സഹം തന്നെ. 96% കശ്മീരിലെ മുസ്ലിം ജനസംഖ്യ. നൂറ്റാണ്ടുകളായുള്ള മനുഷ്യവാസവും മഹിതപാരമ്പര്യവുമുള്ള മണ്ണും മനുഷ്യരുമാണ് കാശ്മീരികൾ. അവർക്ക് ഇന്ത്യയിലെ തെക്ക്, വടക്ക്, കിഴക്ക് പ്രദേശങ്ങളിലെ ജനതയേക്കാൾ കൂടുതൽ ശാരീരികവും സാംസ്കാരികവുമായ അടുപ്പം പഴയകാലത്തെ പേർഷ്യക്കാരോടാണ്. മധ്യകാല സാംസ്കാരിക കേന്ദ്രമായ പേർഷ്യയിൽ നിന്ന് ഇപ്പോഴത്തെ ഇറാൻ, സിന്ധു നദീതീരം വഴി കുടിയേറിയ ജനതയാണ് കാശ്മീരികളെന്നത് ചരിത്രം. അഫ്ഗാനിസ്ഥാനും ഇന്നത്തെ പാകിസ്ഥാനും ഇസ്ലാമിക സാംസ്കാരികത പേറുമ്പോഴും സ്വത്വപരമായി ഇവർ കൂടുതൽ യോജിച്ചു നിൽക്കുന്നത് പേർഷ്യൻ സംസ്കൃതിയോടാണ്. എണ്ണമറ്റ സഞ്ചാരികളും കുടിയേറ്റക്കാരും ഇതുവഴി ഇന്ത്യയിലെത്തി. യാത്രക്കിടെ ദാൽ തടാകക്കരയിൽ ഉലാത്താനിറങ്ങിയ ഹോട്ടൽ അടുത്തുണ്ടോ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചതിന് മീൻ പിടിച്ചുകൊണ്ടിരുന്ന കശ്മീരി ദമ്പതികൾ തന്ന സ്വീകരണവും സത്കാരവും കാശ്മീരിനെ കുറിച്ചുള്ള നിത്യോർമ്മയായി അവശേഷിക്കും. ദാൽ തടാകക്കരയിൽ തണുപ്പുകാലത്ത് നിത്യവും കാണുന്ന കാഴ്ച മഞ്ഞിൽ ഒളിച്ചിരിക്കുന്ന തടാകത്തിലെ വെള്ളവും ജീവികൾ തന്നെ. ടൂറിസത്തിന്റെ ഭാഗമായി എത്തുന്ന ആളുകളെ ആദ്യം സ്വീകരിക്കുന്നത് തടാകത്തിൽ ഈ കൊടുങ്കുണപ്പത്തും വെള്ളത്തിനു മുകളിലൂടെ ഓടിക്കളിക്കുന്ന പറവകളാണ്. പ്രാവിന് സമാനമായ പക്ഷിയാണ്. മീൻപിടുത്തത്തിലാണ്. തണുപ്പിനെ പ്രതിരോധിക്കുന്നതരം തോല് അവയുടെ ശരീരത്തിലുണ്ടാവാം. ആളുകൾ ഷെർവാണിക്കിടയിൽ കൂടക്കുള്ളിലെ മണ്ഡലത്തിൽ കൽക്കരിയിട്ട് ചൂടാക്കി അതിൽ ഒരു കൈയിട്ടാണ് നടപ്പ്. കംഗ്രി എന്നും സക്രി എന്നുമാണ് ഇതിന്റെ പേര്. ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിലാണ് സെക്രട്ടേറിയറ്റും ഗവർണറുടെ വസതിയുമൊക്കെയുള്ളതെങ്കിലും മഞ്ഞുകാലത്ത് 6 മാസത്തേക്ക് ജമ്മുവിലാകും സംസ്ഥാന ഭരണ സ്ഥിരാകേന്ദ്രം. ഒക്ടോബറോടെ മാറ്റപ്പെടുന്ന ഭരണകേന്ദ്രം പിന്നീട് തിരിച്ചെത്തുക. താഴക്കരയിൽ വിനോദത്തിനായി പാർക്കും മറ്റും നിർമ്മിക്കുന്നതും കാണായി. കശ്മീരിലെ വീടുകൾക്കൊന്നും അടച്ചിട്ട ജനാലകളില്ലെന്നതാണ് പ്രത്യേകത. ആരും ചാടിയോ മറ്റോ അകത്തു കിടക്കില്ല. ദാൽ തടാകത്തിന്റെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാനാവുക രാത്രിയിലാണ്. മണ്ഡപത്തിലേക്കിറങ്ങുന്ന നവവധുവിന്റെ ഛായയാണ് രാത്രിയിൽ ഈ തടാകത്തിന്. ബസ്സിറങ്ങുന്ന സഞ്ചാരികളെ അക്കരെ എത്തിക്കാനുള്ള ദൗത്യം ശിക്കാരക്കാണ്. കശ്മീരിന്റെ സിംബൽ ആണ് ശിക്കാരകൾ. സമയം 7 മണി ആയപ്പോഴേക്കും കശ്മീർ മയങ്ങി തുടങ്ങി. കടുത്ത തണുപ്പും മഞ്ഞും ദാൽ കാഴ്ചകളെ മറച്ചു. ചുറ്റും കാണുന്നതെല്ലാം കൗതുകങ്ങൾ. എങ്ങോട്ട് തിരിഞ്ഞാലും മനോഹര ദൃശ്യങ്ങൾ. 5:30 ആയതേ ഉള്ളൂവെങ്കിലും ആകാശം മങ്ങി. തടാകത്തിന് സമീപത്ത് ബസ് നിർത്തുമ്പോഴേ മറുകരയിലെ ബോട്ടുകൾ നമ്മളെ മനസ്സിനെ പിടിച്ചുവയ്ക്കും. അത്ര മനോഹരമാണ് ആ കാഴ്ച. കണ്ണെത്താ ദൂരത്തോളം ബോട്ടുകൾ അങ്ങനെ നിരനിരയായി നിറഞ്ഞു നിൽക്കുന്നു. ഇത് തടാകത്തിനക്കരയിലെ കാഴ്ച. ദാൽ തടാകത്തിന്റെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാനാവുക രാത്രിയിലാണ്. മണ്ഡപത്തിലേക്കിറങ്ങുന്ന നവവധുവിന്റെ ഛായയാണ് രാത്രിയിൽ ഈ തടാകത്തിന്. ബസ്സിറങ്ങുന്ന സഞ്ചാരികളെ അക്കരെ എത്തിക്കാനുള്ള ദൗത്യം ശിക്കാരക്കാണ്. കശ്മീരിന്റെ സിംബൽ ആണ് ശിക്കാരകൾ. സമയം 7 മണി ആയപ്പോഴേക്കും കശ്മീർ മയങ്ങി തുടങ്ങി. കടുത്ത തണുപ്പും മഞ്ഞും ദാൽ കാഴ്ചകളെ മറച്ചു. ശിക്കാര വഞ്ചിവീടിനോട് അടുത്തു. ബസ്സിൽ പഹൽഗാമിലേക്ക് പോകുന്ന വഴി നിശാന്ത് ഗാർഡനും മുഗൾ ഗാർഡനും കണ്ടു. അന്ന് താമസം പഹൽഗാമിൽ. പോകുന്ന വഴിയിലെ ഓരോ കാഴ്ചയും അത്രമേൽ ആസ്വാദ്യകരം. മൊബൈൽ ക്യാമറയിൽ ഓരോന്നും പകർത്താൻ തോന്നും. ചിലതെല്ലാം പ്രകൃതി ഭംഗിയിൽ ലയിച്ച് പകർത്താൻ മറന്നുപോകും. എന്തായാലും ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളെക്കാൾ എത്രയോ മുകളിലാണ് അവിടുത്തെ കാഴ്ചകൾ.